ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചു എന്ന് ചിന്തിക്കുക. ഞാൻ പറയുന്നത് ആരെങ്കിലും വഞ്ചിച്ചു, എന്നെ ആരെങ്കിലും വഞ്ചിക്കുമ്പോഴാണ് എനിക്ക് വാസ്തവത്തിൽ ഒരു സമാധാനം ഉണ്ടാകുന്നത്. എന്നാണെന്നറിയാമോ? അന്നേരമാണല്ലോ എനിക്ക് ബോധ്യമാകുന്നത്, ഏതാണെങ്കിലും അയാൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലോ, ഞാൻ അയാളെ വഞ്ചിച്ചില്ലല്ലോ. കാര്യം എന്റെ എപ്പോഴത്തെയും പേടി ഞാൻ ആരെങ്കിലും വഞ്ചിക്കുന്നുണ്ടോന്നാ. കാര്യം നമുക്ക് നമ്മുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ വഞ്ചിച്ചെങ്കിലേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. ഒരാൾ നമ്മളെ വഞ്ചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ, അയാളെങ്കിലും വഞ്ചിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയല്ലോ. അപ്പൊ വാസ്തവത്തിൽ ഒരാൾ വഞ്ചിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിന് നന്ദി പറയാനായിട്ട് പറ്റും, അല്ലേ? നന്ദി പറയുന്നതിന് ഒരു പ്രയാസവും ഇല്ല. നന്ദി പറയാൻ പറ്റും, കഴിയണം. കർത്താവിന് സ്തോത്രം പറയാനായിട്ട് കഴിയണം. ഞാനൊരു നടന്ന ഒരു കാര്യമാണ്. ഒരു ദൈവദാസൻ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ അയാളുടെ ബാഗ് ആരാണ്ട് മോട്ടിച്ചുകൊണ്ട് പോയി. ആ ബാഗിനകത്തായിരുന്നു അയാളുടെ പൈസയും, അയാളുടെ വേദോത്സവവും, പാഠോത്സവവും, അയാളുടെ തുണിയും, ഓൾമോസ്റ്റ് എവറിഥിങ് ഇൻ ദാറ്റ് ബാഗ്. ഉടനെ ഇദ്ദേഹം ഇരുന്ന് കർത്താവിന് സ്തോത്രം പറയാൻ തുടങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഞാൻ പല കാര്യത്തിന് നിന്നോട് നന്ദിയുള്ളവനായിരിക്കണം. ഒന്ന്, ഇത്രയും നാൾ യാത്ര ചെയ്തിട്ട് ഇതുവരെയായിട്ടും എന്റെ ബാഗ് ആരും മോട്ടിച്ചില്ല, ഇപ്പോഴാ ഇത് മോട്ടിച്ചത്. അതിനായി ഞാൻ നിനക്ക് സ്തോത്രം പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അതിനകത്ത് എന്റെ വേദോത്സവം ഉണ്ടായിരുന്നു. അത് പോയതിനകത്ത് എനിക്ക് സങ്കടമുണ്ട്. എന്നാലും വേദോത്സവമല്ല പോയുള്ളൂ, നിന്റെ വചനം പോയില്ലല്ലോ. അതോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പിന്നെ എന്റെ പാട്ടുത്സവം ഉണ്ടായിരുന്നു. പക്ഷെ പാട്ടുത്സവം കള്ളം കൊണ്ടുപോയുള്ളല്ലോ, എന്റെ പാട്ടിപ്പോഴും എന്റെ തന്നെ ഉണ്ടല്ലോ. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ പൈസ പോയി, അത് പോട്ടെ, ജീവനല്ലല്ലോ പോയത്. പൈസ പോയാല് ഇത്ര നഷ്ടപ്പെടാനുള്ളൂ, എന്റെ ജീവൻ പോയില്ലല്ലോ. അതോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വേറൊരു കാര്യത്തിന് വേണ്ടി ഞാൻ നിനക്ക് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, കർത്താവേ, അവൻ എന്റെ ബാഗ് മോട്ടിക്കുകയായിരുന്നല്ലോ, ഞാൻ അവന്റെ ബാഗ് മോട്ടിക്കുക അല്ലായിരുന്നല്ലോ. അപ്പോൾ എന്റെ ക്യാരക്ടർ എന്ത് ചെയ്തില്ല? നശിച്ചില്ല. നോക്ക്, സ്തോത്രം ചെയ്യാനാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സ്തോത്രം ചെയ്യാം. അപ്പൊ ആളുകൾ ചോദിക്കും, എല്ലാത്തിനും എങ്ങനെ സ്തോത്രം ചെയ്യുന്നത്? എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ പറ്റും, എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ പറ്റും. ആ സ്വഭാവം, കർത്താവിന്റെ ആ സ്വഭാവം നിങ്ങളൊന്ന് കൾട്ടിവേറ്റ് ചെയ്താൽ മതി. പറ്റുകയാണെങ്കിൽ ഇത് ഇവിടെ എഴുതി വെക്കുമോ? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതിന് അർത്ഥം ഇത് പറ്റുമെന്ന് തന്നെയാണ്. എല്ലാത്തിനും സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ, വിത്ത് താങ്ക്സ് ഗിവിംഗ്, വി നീഡ് ടു ബി താങ്ക്ഫുൾ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്തോത്രത്തോടുകൂടെ നമ്മുടെ അപേക്ഷകളെ അവനെ അറിയിക്കുക എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ടതായ അർത്ഥം. നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വി നീഡ് ടു ബി താങ്ക്ഫുൾ ആൻഡ് ഗോഡ് വാണ്ട്സ് us ടു ബി താങ്ക്ഫുൾ. ദൈവം നമുക്ക് ചെയ്ത ഒരു ഉപകാരവും നമ്മിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പക്ഷെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന് പ്രതീക്ഷയുണ്ടെന്ന് തന്നെ എന്റെ ചിന്ത. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. അതിനകത്ത് 9 പേരും പോയ വഴിക്ക് അങ്ങ് പോയി. ഒരുത്തൻ, അതും ഒരു ശമരിയാക്കാരൻ, അവൻ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്നു, 10 പേർ സൗഖ്യമായില്ലയോ? 9 പേർ എവിടെ? ഈ ശമരിയാക്കാരനുള്ളത് വേറെ ആരും എന്ത് ചെയ്തില്ല? മടങ്ങി വന്നില്ലല്ലോ. ആൻഡ് ഗോഡ് വാണ്ട്സ് us ടു ബി താങ്ക്ഫുൾ ടു ഹിം. അത് ഒരു അപ്രൈസൽ എന്നുള്ള നിലയിലല്ല അതിനെ കാണുന്നത്, റിലേഷൻ എന്നുള്ള നിലയിലാണ്. താങ്ക്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു അപ്രൈസൽ അല്ല, ഒരു റിലേഷനാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ദൈവത്തിന് എന്താ ഇത്ര വലിയ നിർബന്ധം? എന്തുവാ നമ്മൾ നന്ദി പറയണമെന്ന് എന്താണ് നിർബന്ധം? അങ്ങനെ ആകുമ്പോൾ ദൈവം നമ്മൾ പറയുന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണം. അപ്പൊ ദൈവം നന്ദി പ്രതീക്ഷിക്കുന്നില്ലേ? ദൈവം പ്രതീക്ഷിക്കുന്ന മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് എ റിലേഷൻ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് എന്നുവെന്നും നിങ്ങളുടെ അടുത്ത്, അമേരിക്കയിലാണെങ്കിൽ എല്ലാത്തിനും താങ്ക് യു മമ്മി, താങ്ക് യു ഡാഡി എന്നൊക്കെ പറഞ്ഞായിരിക്കും എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതൊക്കെ. അവന് വേണ്ട കാലം വരെയൊക്കെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവൻ തിരിഞ്ഞു നോക്കത്തില്ല. അത്രയും കാലത്തേക്കേ ഉള്ളൂ ഇവന്റെ താങ്ക് യു ഡാഡിയും താങ്ക് യു മമ്മിയും ഒക്കെ. പിന്നെ എന്നെ റിലീസ് ചെയ്തതിന് താങ്ക് യു മമ്മി എന്ന് പറഞ്ഞേച്ച് അവൻ അവന്റെ ഭാര്യയും കൊണ്ട് അവന്റെ പണിക്ക് പോവുകയും ചെയ്യും. അതായത് ഇനി തൊട്ട് മമ്മിയുടെ കാര്യം നോക്കിക്കോ, പപ്പയുടെ കാര്യം നോക്കിക്കോ, ഞാൻ എന്റെ പണിക്ക് പോവുകയാണ്, താങ്ക് യു മമ്മി. അവന് താങ്ക് യു പറഞ്ഞേച്ച് അങ്ങ് പോയാൽ മതി. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ താങ്ക് യു മമ്മി എന്ന് പറഞ്ഞേച്ച് പോകണമെന്നാണോ? അല്ല. വി വോണ്ട് ടു സീ ദാറ്റ് ദ ചൈൽഡ് ഈസ് കീപ്പിംഗ് ദാറ്റ് ലൈഫ് റിലേഷൻഷിപ്പ് വിത്ത് അസ്. ദാറ്റ് ഈസ് താങ്ക്ഫുൾനെസ്. അവൻ നഷ്ടപ്പെടുന്നത്, താങ്ക്ഫുൾനെസ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദ ചൈൽഡ് ഈസ് ലൂസിങ് ലൈഫ്. അതാ അതിനകത്തെ പ്രശ്നം. ഈ നമ്മുടെ റിലേഷനിലേക്ക് ദൈവത്തിന് എന്തെങ്കിലും പറ്റാനുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർക്കണം. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ജീവിക്കാൻ കഴിയത്തില്ല. കൊമ്പ് ഒടിഞ്ഞു പോയെന്നുള്ളത് മുന്തിരിവള്ളി ഒടിഞ്ഞു പോകത്തില്ല. കൊമ്പ് മുന്തിരിവള്ളിയിൽ ചേർന്ന് വസിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? കൊമ്പിന് വേണ്ടിയാണ്, അല്ലാതെ മുന്തിരിവള്ളിക്ക് വേണ്ടിയല്ല. ഈ പറയുന്നത് പോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് നന്ദി കരയേറ്റുന്നതും
ദൈവത്തെ ആരാധിക്കുന്നതും ദൈവിക സത്യങ്ങൾ അനുഭവിക്കുന്നതും ദൈവിക സ്നേഹം അനുഭവിക്കുന്നതും ദൈവ സന്നിധിയിൽ നമ്മൾ ചെലവിടുന്നതും എല്ലാം ദൈവത്തിന് വേണ്ടിയല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഗാഡ്, ഇറ്റ് ഈസ് ഫോർ അസ്. അതുകൊണ്ടാണ് കൽപ്പന കൊടുത്തിട്ട് പോലും ദൈവം പറയുന്നത്, ഇസ്രായേലെ, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിച്ച ഈ ചട്ടങ്ങളെ നിന്റെ നന്മയ്ക്കായി നിർവഹിക്കണമെന്നല്ലാതെ വേറെ എന്താ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പം ചട്ടങ്ങൾ തന്നെ കൊടുത്ത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ, നമ്മുടെ നന്മ. അപ്പം നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കൽപ്പനകൾ ഉപയോഗിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് മദ്യപാനി സ്വർഗ്ഗരാജ്യ അവകാശമാക്കിയിരുന്നത്, അല്ലെങ്കിൽ വൈ ഗോഡ് ഹാസ് ഗിവൻ സച്ച് എ ലോ ദാറ്റ് വി ഷുഡ് നോട്ട് ഇൻഡൾജ് ഓർ ഇൻവോൾവ് ഓർ ഷുഡ് നോട്ട് ബിക്കം ആൻ ആൽക്കഹോളിക്. മദ്യപാനി ആകരുതെന്ന് നമ്മളെക്കുറിച്ച് ദൈവം ഒരു നിയമം വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കള്ളു കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം ദൈവത്തിന് അങ്ങോട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവനെ അങ്ങനെ സൂഹിക്കണ്ട എന്ന് വെച്ചാണോ? നമ്മുടെ ചിന്ത അങ്ങനെയാണെന്ന് അല്ല. അതുകൊണ്ട് ദോഷം ഉണ്ടാകുന്ന ആർക്കാണ്? നമുക്കാണ്, അല്ലേ? വ്യഭിചാരം ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞ എന്തുകൊണ്ടാണ്? അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ആ കുടുംബത്തിനാണ്, അല്ലേ? സമൂഹത്തിന്റെ ഹാർമണി. കൊല ചെയ്യരുത്, സൊസൈറ്റിയുടെ ഹാർമണിക്ക് വേണ്ടിയാണത്, ഇല്ലേ? ഞാൻ പറഞ്ഞത് ആത്യന്തികമായി ദീസ് ആർ ഓൾ എന്താണ് ദൈവിക സ്വഭാവത്തിന്റെ വിരുദ്ധമാണ്, അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. അത് വേറെ കാര്യം. ദൈവിക സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന് തന്നെയല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത്, ഞാനിന്ന് നിന്നോട് കൽപ്പിച്ച പ്രമാണങ്ങളൊക്കെയും നിന്റെ നന്മയ്ക്ക് വേണ്ടി നീ അനുസരിക്കണം. കാര്യം കൽപ്പനകൾ ആത്യന്തികമായി ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന്, ദൈവത്തിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം, അത് വേറെ കാര്യം. പക്ഷേ അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്, അത് ആരുടെ ഗുണത്തിന് വേണ്ടിയാണ്? നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഇതുപോലെയാണ് താങ്ക്ഫുൾനെസ് എന്ന് പറയുന്നത്. വെൻ വി ആർ താങ്ക്ഫുൾ, വി ആർ ദ ബെനിഫിഷ്യറീസ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മളാണ് അതിന്റെ ഫലം ഉണ്ടാകുന്നത്. കാര്യം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോഴാണ് നമ്മുടെ റിലേഷൻ വർദ്ധിക്കുന്നത്. വെൻ യു ആർ താങ്ക്ഫുൾ ടു ഗാഡ്, then your relation with God will be more than the previous days. So what happens? You are closer to God, and when you are closer to God, it is more good for you. അതിന്റെ ഗുണം ആർക്കാണ് പ്രധാനമായും ഉണ്ടാകുന്നത്? നമുക്ക് വേണ്ടിയാണ്. സോ അതുകൊണ്ട് നമ്മൾ സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിക്കണം, നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ്, ഇതുപോലെയുള്ള ഒത്തിരി വാക്യങ്ങൾ വേദോസിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് റെഫർ ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന അനുഭവം രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങളെയും പറയാം. പ്രേ ഇൻ വൺ അക്കോർഡ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന് 14-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്ന, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു വന്നു. They were all in one accord. ഒരുമനപ്പെട്ട്. So when we pray, we need to see that we are all in one accord. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം? നമ്മൾ ഒരു മനസ്സുള്ളവരായിരിക്കണം. ഒരു മനസ്സ്. വാസ്തവത്തില് ഈ ഒരു പൗരസ്ത്യമായ രീതിയാണ് ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതായ ഒരു രീതി എന്ന് പറയുന്നത്. ഈസ്റ്റേൺ റിലീജിയന്റെ ഒക്കെ പ്രത്യേകത നിനക്കും ദൈവവും തമ്മിലുള്ള ബന്ധം, അത്രേ ഉള്ളൂ. നിനക്ക് ആത്മീയം കൂടിയാൽ നീ എന്ത് ചെയ്യും? നീ പോയിരുന്ന് പ്രാർത്ഥിക്കും, നിനക്ക് ദൈവമായിട്ടുള്ള ബന്ധം, അത്രേ ഉള്ളൂ. പക്ഷേ ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിത്വത്തില് ഗോഡ് കോൾസ് യു ആസ് ആൻ ഇൻഡിവിജ്വൽ, ബട്ട് ഹി ഈസ് പുട്ടിംഗ് യു ഇൻ എ കോൺഗ്രിഗേഷൻ. നമ്മളെ വിളിക്കുന്നത് വ്യക്തിയായിട്ടാണെങ്കിലും വിളിച്ച് നമ്മളെ ആക്കുന്നത് ഒരു സമൂഹത്തിലേക്കാണ്. ആ സമൂഹത്തിൽ സമൂഹമായി തന്നെ ആത്മീയതയിൽ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പൗരസ്ത്യമായ ചിന്ത ഉള്ള ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? അത് ഞാനും ദൈവമായിട്ട് തീർത്തോളാം, ഞാനും എൻ്റെ ദൈവവും. ഞാനും എൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല ക്രിസ്ത്യാനിത്വം. ഞാനും എൻ്റെ സഹോദരനും എൻ്റെ ദൈവവും, അല്ലെങ്കിൽ ഞാനും എൻ്റെ ദൈവവും എൻ്റെ സഹോദരനും. ആ ഒരു ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, ആത്മീയതയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. So what happens when we are coming into the church as a congregation? We need to see that we are having all one mind. അതുകൊണ്ട് നിങ്ങൾ ഒരേ മനസ്സുള്ളവരായി. അതുകൊണ്ടാ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താണ്? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏകഭാവമുണ്ട്, ഏക എന്ന് പറഞ്ഞുകൊണ്ട് he is always emphasizing and encouraging, exhorting us to have one mind. Here also, ഇവിടെ നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ് 14-ാം വാക്യത്തിൽ അവരെല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു പോകും. ഒരുമനപ്പെട്ട് പ്രാർത്ഥനയിൽ ഒരു മനസ്സുണ്ടാകണം. ഒരു മനസ്സുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് മനസ്സോടെ ആണെങ്കിൽ പണിയൊന്നും നടക്കത്തില്ല, ഒരു കാര്യം നടക്കത്തില്ല. ഞാൻ വേറെ ഒരു ഉദാഹരണം, സാധാരണ വേറൊരു കാര്യത്തിലാണെന്ന് പറയുന്നതെങ്കിൽ ഒരു നല്ലൊരു ഉദാഹരണമാണ്. ഒരാളൊരു വലിയൊരു മേശ പുറത്തോട്ട് ഇറക്കാനായിട്ട് നോക്കുക. അങ്ങനെ പുറത്തോട്ട് ഇറക്കാൻ നോക്കിക്കൊണ്ടിരുന്നു, പക്ഷെ അവന് തന്നെ പിടിച്ചിട്ട് പോകുന്നില്ല. അന്നേരം ദൂരെ നിന്ന് ഒരുത്തൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ ഇത് അവൻ കയറി വന്നപ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്തു? അവന് പറഞ്ഞു ഞാനിവിടെ സഹായിക്കാമെന്ന് പറഞ്ഞു. അവനും കയറി മേശയ്ക്ക് പിടിച്ചു. അരമണിക്കൂർ അങ്ങോട്ട് അവർ രണ്ടുപേരും കൂടെ പിടിച്ചിട്ടും മേശ പുറത്തിറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അകത്ത് നിന്നും പറഞ്ഞു, ചേട്ടാ നമ്മൾ രണ്ടുപേരും കൂടെ പിടിച്ചിട്ടും അരമണിക്കൂറായാലും ഇതുവരെ ഈ മേശ പുറത്തോട്ട് ഇറക്കാൻ പറ്റിയില്ലല്ലോ. ഉടനെ അവൻ പറയുക, താനിത് പുറത്തോട്ട് ഇറക്കാൻ നോക്കുമായിരുന്നു, ഞാനിത് അകത്തോട്ട് കയറ്റാൻ നോക്കുമായിരുന്നു.
ഞാനിത് പുറത്തോട്ടിറക്കാൻ നോക്കുകയായിരുന്നു, സഹായിക്കാൻ വന്നതാണ്. പക്ഷെ ഞാനിത് എന്ത് ചെയ്യായിരുന്നു? അകത്തോട്ട് കയറ്റാൻ നോക്കുകയായിരുന്നു. ഇതാണ് രണ്ട് മനസ്സുള്ളവർ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാലുള്ള പ്രയോജനം. When you pray, you need to see that you are all in one accord. നമ്മുടെ സഭയിലൊക്കെ ആണെങ്കിലും ഇന്ന് ആ നഷ്ടപ്പെട്ടു പോയെന്നാണ് അതാണ് വാസ്തവം. എന്ത്? ആ ഒരുമിച്ച് കൂടിയിരുന്നാൽ പോലെ ഒരുമനപ്പെട്ട് കൂടിയിരിക്കണം. ഒരുമിച്ച് ഒത്തിരി പേര് കൂടിയിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇന്ന് ഒരുമിച്ച് കൂടുന്ന ആളുകൾ, ഒരുമിച്ച് കൂടുന്ന ഒത്തിരി പേരും കൂടുന്നുണ്ട്. പക്ഷെ ഒരുമിച്ച് കൂടുന്നതല്ല പ്രധാനം, ഒരുമനപ്പെട്ട് കൂടുന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. ഒരുമനപ്പെട്ട് കൂടുക, ആ ഒരു മനസ്സ് നമ്മുടെ സഭയിൽ ഉണ്ടാകണം. സോ വി നീഡ് ടു പ്രേ ഇൻ വൺ അക്കോർഡ്. ഒരേ മനസ്സുണ്ടാകണം. ഒരേ മനസ്സുണ്ടാകാനുള്ള ഏക മാർഗം എല്ലാവർക്കും യേശുവിന്റെ മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്കിപ്പം ജീവോച്ചാന്റെ മനസ്സുണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ എവറി കേസിനോ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മനസ്സാകാനുള്ള കാര്യം ഒന്നേ ഉള്ളൂ. ജീവോച്ചാനും കർത്താവിന്റെ മനസ്സുണ്ടാകുക, എനിക്കും കർത്താവിന്റെ മനസ്സുണ്ടാകുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തുണ്ടാകും? ഒരു മനസ്സുണ്ടാകും. അപ്പോൾ ക്രിസ്തുവിന്റെ മനസ്സോടുകൂടെ എന്ന് പറയുന്നതാണ് അതിനകത്തെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ശരിയാകുന്ന കാര്യം. ക്രിസ്തുവിന്റെ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുക. ഇനി മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിന്റെ 22 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്. സോ ഇതേപോലെ തന്നെ തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യമാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇതിനെയും നമ്മൾ കാണുന്നത് എന്ത് കോണ്ടെക്സ്റ്റിൽ ഇത് പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്? ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ ദ ലോർഡ്, ഇഫ് യു ഹാവ് റിയൽ ഫെയ്ത്ത്, ഇഫ് യു ട്രസ്റ്റ്, then certainly what all things you pray. അപ്പൊ അവന്റെ പ്രാർത്ഥന ശരിക്കും ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വായിച്ചൊക്കെ അറിയാം. കർത്താവ് ഒരു ദിവസം നടന്നു വരുന്ന കൂട്ടത്തിൽ അവൻ വിശന്നപ്പോൾ അവൻ ഒരു അത്തിപ്പഴം കൊതിച്ചു. പക്ഷെ അത്തിപ്പഴം കിട്ടിയില്ല. അവൻ അത്തിയെ ശപിച്ചു. ആ പശ്ചാത്തലം അതാണ്. പിറ്റേ ദിവസം പത്രോസ് നോക്കിയപ്പോഴത്തേക്ക് ആ അത്തി ഉണങ്ങിയിരിക്കുന്നുണ്ട്. ഉണങ്ങിയപ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് തന്നെ വിളിച്ചു പോയി, കർത്താവേ, എന്തൊരു അത്ഭുതം, ഇതാ നീ ശപിച്ച അത്തി ഇതാ ഉണങ്ങിയിരിക്കുന്നു. എന്തൊരു അത്ഭുതം, നിന്റെ ശക്തി എത്ര വലിയ ശക്തി. ഉടനെ കർത്താവ് പറഞ്ഞു പത്രോസിനോട്, അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടായിരുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത് മിണ്ടായിട്ടാണ്. എന്തോ ഈ കിടന്ന് ചാടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു അത്തിയെ ശപിച്ചു, അത് ഉണങ്ങി, അതിനാണ് ഈ കിടന്ന് ചാടുന്നത്. ഇവിടെ വിശ്വസിച്ചുകൊണ്ട് ഒരുത്തൻ ഈ മലയോട് മാറി കടലിൽ പോകാൻ പറഞ്ഞാൽ അതും നടക്കും. അതിനിടയ്ക്ക് അവനൊരു അത്തിയും കൊണ്ട് വന്നിരിക്കുന്നു. എന്താ ഇതിനകത്തെ പ്രത്യേകത? ഇവന്റെ എക്സൈറ്റ്മെന്റ് ശരിയായിട്ടുള്ള ഫെയ്ത്തിന്റെ എക്സ്പ്രഷൻ അല്ല, ഇവന്റെ വിശ്വാസം ഇല്ലായ്മയുടെ എക്സ്പ്രഷനാണ്. നമ്മുടെ നോട്ടത്തിൽ വിശ്വാസത്തിന്റെ എക്സ്പ്രഷനാണ്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ വിശ്വാസമില്ലായ്മയുടെ എക്സ്പ്രഷനാണ്. കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു അത്തിയോട് കൽപ്പിച്ചപ്പോൾ അത് ഉണങ്ങിയതൊക്കെ അവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനർത്ഥം എന്താ? ഞാനിപ്പോൾ ആ മേശ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കും എന്ന് നിങ്ങൾ പറയുമോ? ഇല്ല. എന്നാൽ അതേസമയം 2 വയസ്സുള്ള കൊച്ചു വന്ന മേശ പൊക്കി അങ്ങോട്ട് മാറ്റി വെച്ചാലോ, എന്തു ഈ കാണുന്നത് അല്ലേ? നമ്മൾ വെറുണ്ട് പോകും. കാര്യം 2 വയസ്സുള്ള കൊച്ച് അത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ യേശു കൽപ്പിച്ചപ്പോൾ ഒരു അത്തി ഉണങ്ങിയാൽ ഉടനെ ഇവൻ ഇത്ര എക്സൈറ്റഡ് ആയാലും അതിന്റെ അർത്ഥം യേശുവിന് ഇത്രയൊക്കെ ശക്തി ഉണ്ടെന്നേ അവന്റെ ചിന്ത ഉള്ളൂ. അത്രേ ഉള്ളൂ. അവൻ ചിന്തിച്ചത് യേശു നല്ലൊരു പ്രസംഗത്തിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശപിച്ചപ്പോഴത്തേക്ക് അത്തിയൊക്കെ ഉണങ്ങിപ്പോകുന്നത് ഭയങ്കരം തന്നെ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവൻ ശരിക്കും ദൈവത്തിൽ വിശ്വസിച്ചില്ല എന്ന്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നീ ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കുക എന്നാ പറയുന്നത്. നീ ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കുക. നോക്കുക, കർത്താവ് എന്താ പത്രോസിനോട് പറയുന്നത്? ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നീ ഈ കിടന്ന് ചാടുന്നത് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്നാ, അല്ലേ? നീ കിടന്ന് ചാടുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ എക്സൈറ്റ്മെന്റിനൊന്നും പോകത്തില്ലായിരുന്നു. ദൈവത്തിൽ ഉള്ളവർ ആയിരിപ്പീൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ കടലിൽ ചാടിപ്പോകാന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കുക, ഞാൻ പറഞ്ഞില്ല, ഈ പാസേജിന്റെ സ്പെസിഫിക് ആയിട്ട് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറയുന്നത് വെൻ യു പ്രേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംശയത്തോടുകൂടെ ആയിരിക്കരുത് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് ചെയ്യാൻ കഴിയുകയില്ലയോ എന്നുള്ള സംശയത്തോടെ പ്രാർത്ഥിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം നടക്കട്ടെ എന്നുള്ള നിലയിലാണ് നമ്മുടെ പ്രാർത്ഥന വരുന്നത്, ഇല്ലേ? നടന്നാൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ബാക്കിയുള്ളതിനൊക്കെ ചിലവുണ്ടല്ലോ, പ്രാർത്ഥനയ്ക്കാണല്ലോ ചിലവില്ലാത്തത്. നാം പിന്നെ നടക്കുന്നതിലങ്ങ് നടക്കട്ടെ. അപ്പൊ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ഇതിനകത്തെ പ്രത്യേകത. ദൈവം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്.
ദൈവത്തിന് പനി മാറ്റാൻ കഴിയുന്നത് പോലെ തന്നെ ക്യാൻസർ മാറ്റാനും പറ്റും.